ആരോഗ്യം നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ തൈര് കഴിക്കുന്നതിന്റെ ഇരട്ടി ഫലമാണ് മോര് കുടിക്കുന്നതിലൂടെ ലഭ്യമാകുന്നത്. തൈര് ശരീരത്തെ കൂടുതൽ ചൂടാക്കുമെങ്കിൽ മോര് ശരീരത്തെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മോരാണ് തൈരിനേക്കാൾ ഫലപ്രദം എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തൈരിലുള്ള ബാക്ടീരിയ ചൂടുമായി സമ്പർക്കത്തിലാകുമ്പോൾ പുളിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തൈര് കഴിക്കുമ്പോൾ അത് ആമാശയത്തിന്റെ ചൂടിലേക്ക് എത്തുമ്പോൾ പുളിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരീരം തണുക്കുന്നതിനു പകരം ചൂടാകും എന്ന് പറയുന്നതിന്റെ കാരണം. എന്നാൽ മോരിന്റെ കാര്യത്തിൽ ഇത് സംഭവിക്കുകയില്ല. കാരണം വെള്ളം ചേർക്കുമ്പോൾ തന്നെ ഫെർമെന്റേഷൻ പ്രക്രിയ അവിടെ അവസാനിക്കും. അമിതവണ്ണം, കഫക്കെട്ട്, രക്തസ്രാവം, ആർത്രൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൈര് ഒഴിവാക്കണം. രാത്രിയിൽ തൈര് കുടിക്കുന്നതും നല്ലതല്ല. കാരണം തൊണ്ടവേദന, സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കും. ചർമ്മ പ്രശ്നങ്ങൾ ഉള്ളവർക്കും തലവേദന, ഉറക്ക പ്രശ്നങ്ങൾ, ദഹനത്തിന് ബുദ്ധിമുട്ട് എന്നിവയുള്ളവർക്കും തൈര് നല്ലതല്ല. എത്ര വലിയ ക്ഷീണവും തളർച്ചയും ഉണ്ടെങ്കിലും അതിന് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് മോര്. പാൽ ഉറയൊഴിച്ചുണ്ടാക്കിയ തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയാണ് മോരുണ്ടാക്കുന്നത്. ആഹാരമായും ഔഷധമായും മോരിന് അതീവ പ്രാധാന്യമാണ് ആയുർവേദം നൽകുന്നത്. ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങൾ, ധാതുക്കൾ, മാംസ്യങ്ങൾ തുടങ്ങി പോഷകഘടകങ്ങൾ ധാരാളമായുള്ള മോര് ഒരു സമ്പൂർണ്ണ ആഹാരമാണ് എന്ന് തന്നെ പറയാം.